ഇവന്റെ ദുഷിച്ച രക്തം ഇവിടെ വീണാൽ ഈ മണ്ണിന്റെ വിശുദ്ധി കൂടി നഷ്ടപ്പെടും. ഇവനായി കാത്തു നിൽക്കുന്ന ഇവന്റെ ആത്മമിത്രം വാവച്ചന്റെ അടുത്തേക്ക് അയക്കും ഞാൻ ഇവനെ. പൊളിച്ചടുക്കും മേഡം അവനെ. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. ഉനക്ക് എന്നെ വേണമോ തരല. ഞാൻ ചോദിക്കുന്നതൊന്നും തരാൻ നിനക്ക് കഴിയില്ല. സ്വന്തം പതിയെ കള്ളനാക്കി കഴിവിലേറ്റിയ പാണ്ഡ്യ മന്നന്റെ കഥ നിനക്കറിയില്ലേ? ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദിയാക്കിയ ആ രാജന്റെ ചെങ്കോലൊടിച്ച് പാണ്ഡ്യദേശത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് വെന്ത് വെണ്ണീറാക്കിച്ച കണ്ണകിയുടെ കഥ. അതുപോലെ നീയും നിന്റെ ആൾക്കാരും അനാഥയാക്കിയ എന്റെ കഥ നിനക്ക് ഓർമ്മയുണ്ടോ? മരണം മുഖാമുഖം കാണുമ്പോൾ ജീവിക്കാൻ ആശ തോന്നുന്നല്ലേ? മേലിൽ നിന്റെ നിഴൽ പോലും ഒരു പെണ്ണിനെയും തീണ്ടരുത്.
ഗുഡ് മോർണിംഗ് സർ. രാജ്യത്തെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സിഐക്ക് ഇപ്പൊ കൂനിന്മേൽ കുരുവെന്ന പോലെയായി. ഒന്നിനുമേൽ ഒന്നായി കേസുകൾ വന്ന് കുമിഞ്ഞു കൂടുകയല്ലേ. ഒരെണ്ണം അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ 3 കഴിഞ്ഞു. ഈ ബന്ധം ഹർത്താലും ഒക്കെ നിരോധിക്കുന്ന പോലെ കൊലപാതകങ്ങൾ നിരോധിക്കാനുള്ള ഏർപ്പാടുണ്ടാവണം സർ. നോൺസെൻസ്. എടോ, തന്നെ കൊണ്ട് ഈ പണിക്ക് പറ്റില്ലെങ്കിൽ ഈ കാക്കിയും തോക്കൊക്കെ ഊരി വെച്ച് വേറെ വല്ല പണിയും നോക്കണോ. സോറി സർ, ജോലിക്ക് ഞാൻ ഫിറ്റ് ആണെന്ന് തീരുമാനിക്കേണ്ടത് എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. രാഷ്ട്രീയക്കാരുടെ പാരലൽ ഫോഴ്സിന് മറുപടി പറയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. ഞങ്ങൾ നേതാക്കന്മാർ വിചാരിക്കുന്നത് പോലെ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ നടക്കൂ. കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? കഴിവുകേട് സമ്മതിച്ച് പിന്മാറിക്കോ. ഡൽഹിയിൽ നിന്നും ബുദ്ധിയും ശക്തിയും ചങ്കുറപ്പുമുള്ളവരെ ഞാൻ കൊണ്ടുവരും. നിങ്ങളുടെയൊക്കെ താളത്തിനൊത്ത് തുള്ളുന്ന കുറെ പാവകളെ ഇറക്കുമതി ചെയ്ത് ലോക്കൽ പോലീസിന്റെ മൊറൽ തകർക്കുന്ന ഏർപ്പാടൊന്നും ഇനി ഇവിടെ നടക്കില്ല സർ. Then get prepared to accept your suspension order within 48 hours. Make it 24 hours sir. You can suspend me, dismiss me or transfer me. I don't mind. പക്ഷേ ആ ഓർഡർ കൈപ്പറ്റുന്നതിന് മുമ്പ് എന്റേതായിട്ടുള്ള ചില ഫൈൻഡിങ്സ് സ്റ്റേറ്റിലെയും സെന്ററിലെയും ഹോം മിനിസ്റ്റർക്ക് ഞാൻ കൈമാറും. I don't care. You have to. ബിസിനസ് സാമ്രാജ്യം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയാണ് കൂടെയുള്ള 2 ബിസിനസ് പാർട്ട്നേഴ്സിനെ നിങ്ങൾ കൊല്ലിച്ചെന്ന ഒരു കൺക്ലൂഷനിലെത്തി അത് പത്രക്കാർക്ക് ഞാൻ ലീക്ക് ചെയ്താൽ സാറിന്റെ പൊളിറ്റിക്കൽ കരിയർ മന്ത്രിസ്ഥാനമൊക്കെ എന്ന് സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കും. MLA പോയിട്ട് ഇലക്ഷനിൽ ഒരു കാൻഡിഡേറ്റ് പോലും ആകാൻ കഴിയാതെ മാസ് ലീഡർ വിശ്വനാഥൻ. Shut up, you fool. Better you keep your mouth shut. That will be better for me, for you and for my investigation. Goodbye. സാറേ, എന്തിനാ ഈ മാലയും പോക്കെ കൊണ്ടുപോകുന്നത്? അകത്താരെങ്കിലും മരിച്ചു കാണും. ഓ, ഞാൻ ഊഹിച്ചു. കഷ്ടം. അപ്പൊ പിന്നെ ഈ റീത്തിന്റെ ഉപയോഗം എന്താ? അത് കല്യാണത്തിന് പോകല്ലേ? മോഹൻദാസ് ഉണ്ടോ ഇവിടെ? അവന്റെ അമ്മയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ. ദേവരുടെയും പാവച്ചന്റെയും ഭരണത്തിൽ അവന് എന്നെ സംശയമുണ്ടെന്ന്. ആ വിശ്വട്ട ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. സ്ത്രീവാദ കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി കനകദാസ് രാജിവെച്ചു. പാർട്ടി ഇപ്പൊ ആ സ്ഥാനത്തേക്ക് വിശ്വട്ടനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മെസ്സേജ് ഇപ്പൊ എത്തും. അറിഞ്ഞ പാടെ ഞങ്ങൾ ഫോണിലും മൊബൈലും ട്രൈ ചെയ്തു, പക്ഷെ രണ്ടും കിട്ടുന്നില്ല. കനകദാസിന്റെ രാജി അവന്റെ ആൾക്കാരുടെ അനാവശ്യ ഫോൺ കോൾ ഒഴിവാക്കാൻ വേണ്ടി തൽക്കാലം മൊബൈൽ ഓഫ് ചെയ്തു. അത് നന്നായി. ഭരിക്കാൻ പോകുന്ന മന്ത്രിക്ക് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ. സത്യപ്രതിജ്ഞ ഉടനെ തന്നെ ഉണ്ടാവും. എന്തൊക്കെയുണ്ട് കനകദാസ്? രാജഭാരം കൈവിട്ടു പോയ ശേഷം കേവലം ഒരു പ്രജയുടെ സ്ഥാനം പോലും ഇല്ലാതായി പാർട്ടിയിൽ നിനക്ക്, അല്ലേ? ഞാൻ പറഞ്ഞില്ലേ നിന്നെ ഉയർത്തി അങ്ങ് വാഴ്ത്തപ്പെട്ടവനാക്കിവൻ ഞാൻ. അതേ കസേരയിൽ നിന്നും പിടിച്ച് താഴെ ഇറക്കി നിനക്കായി പട്ടണ തീർത്തതും ഈ വിശ്വനാഥൻ. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. പുതുവർഷ പിറവിയിൽ മന്ത്രിപദം അലങ്കരിക്കാൻ പോകുന്ന താങ്കൾക്ക്. എന്നാൽ മിസ്റ്റർ വിശ്വം, സത്യപ്രതിജ്ഞാ കർമ്മം കഴിഞ്ഞ് അങ്ങ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലിരുന്ന് നീണാൾ വാഴാമെന്നുള്ള മോഹമാണെങ്കിൽ അത് വേണ്ട. മാറി നിൽക്കണി മുമ്പീന്ന്. എനിക്കറിയാം ഇവിടെ നടന്ന കൊലപാതകങ്ങളുടെ പിന്നിൽ ജീർണിച്ച് മണ്ണോട് മണ്ണടിഞ്ഞ നിന്റെ പഴയ പ്രതികാരത്തിന്റെ തിളപ്പാണെന്ന്. തീർക്കും ഞാൻ. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ആധിപത്യ നിന്റെ അടുത്തോ നിനക്കായി തീർത്ത വിലങ്ങുമായി ഈ കൈകളിൽ അണിയാൻ കഴിയില്ല മിസ്റ്റർ വിശ്വനാഥൻ. അതിനു മുൻപ് അയക്കും ഞാൻ നിന്നെ, വാവച്ചനെയും തേവരെയും അയച്ച അതേ ഇടത്തേക്ക്. 5 വർഷത്തെ ബോംബെ ഡൽഹി ജീവിതത്തിൽ ഞാൻ കയറിയിറങ്ങിയ വഴികൾ, യാതനകൾ, ഇവയെല്ലാം സഹിച്ച് കാശ് നേടുമ്പോഴും ഈശ്വരനോട് ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, നീ അടക്കമുള്ള രാജ്യദ്രോഹികളെ ഞാൻ എത്തും വരെ ജീവനോടെ വച്ചേക്കണമേ എന്ന്. മരണത്തിന്റെ കവാടം നിനക്കായി തുറക്കപ്പെട്ടു കഴിഞ്ഞു. 5 വർഷത്തെ അജ്ഞാതവാസത്തിന് ശേഷം ഈ പാർവതിക്ക് വരുന്ന ഭട്ടാഭിഷേകമാണത്. സത്യപ്രതിജ്ഞാ കർമ്മത്തിന് വേണ്ടി നിനക്കായി നേരുന്ന ആദ്യത്തെ എന്റെ മരണാശംസകൾ. വരട്ടെ മിസ്റ്റർ വിശ്വനാഥൻ. ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക്.
എന്റെ ബാങ്ക് ഡെപ്പോസിറ്റിന്റെ പകുതി ഭാഗം അഗ്രഹാരങ്ങളിലെ അശരണരായ പെൺകുട്ടികളുടെ വിവാഹങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും, കാൽഭാഗം എന്നോട് കൂറുകാട്ടി നിന്ന് നന്ദൻ, വില്യം, സിന്ധു എന്നിവർക്കും, ബാക്കിയുള്ളവ ആരാധനാലയങ്ങൾക്കും എന്റെ മരണശേഷം ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. മറ്റു വസ്തുവകകൾ അനാഥ മന്ദിരത്തിനായി ഞാൻ സംഭാവന ചെയ്യുന്നു. മാഡം, സ്വത്തുക്കൾ മോഹിച്ചോ പണം സമ്പാദിക്കാമെന്ന ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടല്ല ഒപ്പം കൂടിയത്. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച യാതനകൾ മനസ്സിലാക്കിയപ്പോൾ ഒരു സഹായം കൂടെ നിൽക്കാൻ എന്തിനും തയ്യാറായിട്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. വില്യംസ്, മരണത്തിന്റെ കാലൊച്ച ഞാൻ കേട്ടുകഴിഞ്ഞു. വിശ്വനാഥൻ, ഈ ജീവിതത്തിൽ അവന് മാത്രം ബാക്കി വെച്ചിട്ട് എനിക്ക് എന്റെ വിഷ്ണുവിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. ആ ആത്മാവ് എന്നോട് പൊറുക്കില്ല. വിശ്വനാഥൻ, യുവർ വാറന്റ് ഈസ് റെഡി. ഡെത്ത് വാറന്റ്.